കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ചർച്ചകൾ ഉണ്ടാകുകയും ചെയ്യും. വിഭാഗീയത ഈ പാർട്ടിയിലുള്ള ശീലമല്ല. മാധ്യമങ്ങൾക്ക് ഇത്തരം കഥ പ്രചരിപ്പിക്കുന്നവർക്കെല്ലാം അതുകൊണ്ട് അല്പം കഴിയുമ്പോൾ നിരാശയുണ്ടാകും. പാർട്ടിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നൽകിയ മറുപടിയാണിത്. പാർട്ടി സമ്മേളനകാലത്ത് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തന്നെ വിമർശനങ്ങൾ ഉരുണ്ടുകൂടുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് രണ്ട് പ്രമുഖ CPI നേതാക്കളുടേതായി പുറത്തുവന്ന ശബ്ദരേഖ. ബിനോയ് വിശ്വത്തിന്റെ സഹോദരി പാർട്ടി കാര്യങ്ങൾ ഇടപെടുന്നുവെന്ന രൂക്ഷ വിമർശനമാണ് നേതാക്കൾ ഉന്നയിക്കുന്നത്. ബിനോയ് പുണ്യവാളൻ, ബാക്കിയുള്ളവർ എന്തായാലും ഒരു കുഴപ്പവുമില്ലെന്നും എറണാകുളം ജില്ലാ സെക്രട്ടറി പരിഹസിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി സ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ബിനോയ് വിശ്വത്തിന് ആകുന്നില്ലെന്നാണ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കമലാ സദാനന്ദൻ ആരോപിച്ചത്. പ്രതികരണം ആരാഞ്ഞെങ്കിലും ശബ്ദരേഖയെക്കുറിച്ച് അറിയില്ലെന്ന് KM ദിനകറും കമലാ സദാനന്ദനും പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. CPI കോട്ടയം മണ്ഡലം കമ്മിറ്റി തയ്യാറാക്കിയ സമ്മേളന പോസ്റ്ററിൽ ഭാരതാംബയുടെ ചിത്രവും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ തയ്യാറാക്കിയ പോസ്റ്ററിലാണ് ത്രിവർണ്ണക്കൊടിയേന്തി ത്രിവർണ്ണ കളർ സാരി ഉടുത്ത ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയത്. വിവാദം ഒഴിവാക്കാനായി സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോസ്റ്റർ ജില്ലാ കമ്മിറ്റി ഇടപെട്ട് പിൻവലിച്ചു. ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെട്ട പോസ്റ്റർ ഔദ്യോഗികമല്ലെന്നും പോസ്റ്റർ പാർട്ടി പ്രാദേശിക ഗ്രൂപ്പിൽ വന്നതാണെന്നും വിവാദം അനാവശ്യമെന്നും ജില്ലാ സെക്രട്ടറി VB ബിനു വ്യക്തമാക്കി. എന്നാൽ ഇവിടെ ഉണ്ടായ വിവാദം ശരിക്കും ഒരു പ്രാദേശികമായ ഏതോ ഒരു ഗ്രൂപ്പിൽ, പാർട്ടി ഗ്രൂപ്പിനകത്ത് ഇതുപോലൊരു ചിത്രം വന്നു എന്ന് പറഞ്ഞു. ഞങ്ങളാരും അറിഞ്ഞുള്ളതല്ല. എങ്കിലും പാർട്ടിയുടെ ഒരു പ്രാദേശിക ഗ്രൂപ്പിൽ വന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ അങ്ങനെ ആവശ്യമില്ല. എന്നുവെച്ചാൽ പാർട്ടി സമ്മേളനത്തിൽ നമ്മൾ ദേശീയ പതാക ഉൾപ്പെടെയുള്ള ഒരു ചിഹ്നവും നമ്മുടെ പ്രചരണത്തിന് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ തന്നെ അത് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. അതൊരു വിവാദത്തിൻ്റെ വിഷയമില്ല. പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയതല്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് പാർട്ടിയുടെ തന്നെ ഉള്ളിലുള്ള ഒരു ഗ്രൂപ്പിനകത്ത് വന്നത് ഞാൻ നിഷേധിച്ചു, അത് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.